നമശിവായ. നമസ്കാരം. ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. ഓം നമോ നാരായണായ. ഗുരുരാതിരനാദിശ്ച ഗുരു പരമദൈവതം ഗുരു പരതരം നാസ്തി തസ്മൈ ശ്രീ ഗുരവേ നമഃ. നാം ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കർമ്മയോഗത്തിൻ്റെ 11 ശ്ലോകങ്ങളാണ് നാം ശ്രദ്ധിച്ചത്. അത് കഴിഞ്ഞ് നാം വിവരണം ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത്, അവസാനമായി പറഞ്ഞുകൊണ്ടിരുന്നത് യജ്ഞത്തെ പറ്റിയാണ്. മനുഷ്യ ജീവിതത്തിൻ്റെ പല തലങ്ങളെപ്പറ്റി പറഞ്ഞപ്പോൾ മനുഷ്യൻ്റെ ജീവിതം യജ്ഞമാകുന്നുവെന്നും അതിലെ ആദ്യത്തെ 24 വർഷം പ്രാതഃസവനവും 44 വർഷം വരെ മാധ്യന്തിന സവനവും തുടർന്ന് 45 വർഷം സായം സവനവുമാകുന്നു. ഇങ്ങനെ ആകെ മനുഷ്യായുസ് 116 ഇത്രയും കാലം മനുഷ്യൻ യജ്ഞമനുഷ്ഠിക്കണം എന്നാണ് നാം പറഞ്ഞത്. അത് നമ്മുടെ ചാന്തോക്യ ഉപനിഷത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. തുടർന്ന് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ കുറച്ചുകൂടി പറഞ്ഞാൽ മാത്രമേ അത് പൂർണ്ണമാവുകയുള്ളൂ. അതുകൊണ്ടാണ് സമയം കൂടുതലായി പോകുന്നതുകൊണ്ട് നാം കഴിഞ്ഞ ദിവസം നിർത്തിയതാണ്. അങ്ങനെ 3 സവനങ്ങൾ എല്ലാം ചേർന്ന് വരുമ്പോൾ മനുഷ്യായുസ് 116. ഒരു പുരുഷായുസ് 120 വർഷം എന്നൊക്കെ നമ്മൾ പറയും. അത് തന്നെയാണ് 116 എന്ന് പറഞ്ഞത്. ഇങ്ങനെ ചെയ്യുന്നവരെ ശതക്രതു എന്നാണ് വിളിക്കുന്നത്. ഈ 3 സവനങ്ങളിലൂടെ കടന്നു പോകുന്നവരെ, അത് ഉത്തമമായി ചെയ്യുന്നവരെ ശതക്രതു എന്നാണ് വിളിക്കുന്നത്. ദാമ്പത്യ ജീവിതവും ഒരു യജ്ഞമാകുന്നു. ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിനാൽ വീട് ഒരു യജ്ഞശാലയാണ്, ഒരു യജ്ഞവേദിയാകുന്നു. അമ്മ മക്കൾക്ക് വേണ്ടി ത്യാഗമനുഷ്ഠിക്കുന്നു. ഭാര്യ ഭർത്താവിനും തിരിച്ചും പരസ്പരം ആത്മസമർപ്പണം ചെയ്യുന്നു. അതിനാൽ അതിൽ നിന്ന് സുഖം ലഭിക്കുന്നു. അച്ഛനമ്മമാർ മക്കൾക്ക് വേണ്ടി ആത്മസമർപ്പണം ചെയ്യുമ്പോൾ ത്യാഗത്തിൻ്റെ സുഖം ലഭിക്കുന്നു. അതിനാൽ അഥർവത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: പ്രേമപൂർണമായ ഹൃദയം, ശുഭ വിചാരങ്ങളാൽ പരിപൂർണമായ മനസ്സ്, പരസ്പരമുള്ള ദ്വേഷമില്ലായ്മ എന്നിവ നിങ്ങളുടെ ഉള്ളിൽ നിറയട്ടെ. പശുക്കുട്ടിയോട് അമ്മ പശു എത്രമാത്രം സ്നേഹം ചൊരിയുന്നു, അത്രമാത്രം നിങ്ങളുടെ ഉള്ളിൽ പരസ്പരം സ്നേഹം നിറയട്ടെ. പുത്രൻ അച്ഛനനുകൂലമായ കർമ്മങ്ങൾ ചെയ്യട്ടെ. അമ്മയോടൊത്ത് ഉത്തമമായ മനസ്സോടെ വർത്തിക്കട്ടെ. ഭാര്യ ഭർത്താവിനോട് മധുരപൂർവം ശാന്തിപൂർണവുമായ വാക്കുകൾ പറയട്ടെ. സഹോദരന്മാർ പരസ്പരം ദ്വേഷിക്കാതിരിക്കട്ടെ. സഹോദരിയെ വെറുക്കാതിരിക്കട്ടെ. എല്ലാവരും ഒരേ അഭിപ്രായക്കാരായി, ഒരേ കർമ്മത്തിൽ ദത്തചിത്തരായി ഉത്തമ പ്രേമത്തോടെ പരസ്പരം സംസാരിക്കുമാറാകട്ടെ. ഇങ്ങനെയാണ് അഥർവത്തിൽ പറയുന്നത്. ആ മന്ത്രങ്ങൾ കുറേയുണ്ട്. അങ്ങനെ വീടൊരു യജ്ഞാലയമാണെന്ന് പ്രാചീന ഋഷിമാർ കരുതി യജ്ഞത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഉപനിഷത്തുക്കളും വാചാലമാകുന്നു. ചാന്തോക്യ ഉപനിഷത്ത്, ബൃഹദാരണ്യ ഉപനിഷത്ത്, ഘടശ്രുതി, തൈത്തിരീയ ഉപനിഷത്ത്,
മൈത്രേയി, മഹാനാരായണ ഉപനിഷത്തുകളിൽ ഇവ സൂചിപ്പിക്കുന്നുണ്ട്. അവിടെയൊക്കെ പറയുന്നത് ധർമ്മത്തിന് 3 സ്കന്ധങ്ങളുണ്ട്. യജ്ഞം, അധീനം, ദാനം എന്നിങ്ങനെ എല്ലാറ്റിനെയും പവിത്രമാക്കുന്ന കർമ്മത്തിൻ്റെ പേരാണ് യജ്ഞം. എല്ലാറ്റിനെയും പവിത്രമാക്കുന്ന കർമ്മത്തിൻ്റെ പേരാണ് യജ്ഞം. ബ്രഹ്മചര്യം യജ്ഞമാകുന്നു. നീ ബ്രഹ്മവും നീ യജ്ഞവുമാകുന്നു. വിജ്ഞാനരൂപമായ യജ്ഞം വ്യാപിച്ചിരിക്കുന്നു. യജ്ഞം പ്രജാപാലകനും സർവ്വവ്യാപിയായ ദേവനുമാകുന്നു. യജ്ഞത്താൽ തന്നെയാണ് ദേവന്മാർ സ്വർഗധാമം പ്രാപിക്കുന്നത്. ഇങ്ങനെ സർവ്വസാമാന്യമായി യജ്ഞത്തെക്കുറിച്ച് ശ്രുതികളിൽ വർണ്ണിച്ചിരിക്കുന്നത് കാണാം. ഇതേ യജ്ഞത്തെ നമ്മുടെ ഉള്ളിൽ കാണാനും ശ്രുതികളിൽ ഉപദേശിക്കുന്നു. അതെങ്ങനെയാണ് പറയുന്നത്? അത് ബൃഹദാരണ്യോപനിഷത്തിലും മഹാനാരായണോപനിഷത്തിലും ഒക്കെ പറയുന്നുണ്ട്. നമ്മുടെ ശരീരത്തിൽ യജ്ഞത്തിൻ്റെ പരിവർത്തനം നടക്കുന്നു. ശരീരം യജ്ഞമാകുന്നു. ഈ യജ്ഞത്തിൽ വാണി, ചക്ഷു, പ്രാണൻ, മനസ്സ് എന്നിവ ക്രമത്തിൽ ഹോതാവ്, അധ്വര്യു, ഉദ്ഗാത, ബ്രാഹ്മ എന്നിവരാകുന്നു. ഈ ശരീരസ്ഥാനത്തുള്ള യജ്ഞത്തിൽ ആത്മാവ് യജമാനനും, ശ്രദ്ധ യജമാന പത്നിയും, ശരീരം ഇന്ധനവും. ആത്മാവ് ശരീര ഇന്ധനവും, ഊരുഭാഗം ദേവിയും, രോമങ്ങൾ ബഹിർദർഭയും, വേദം ശിഖയും, ഹൃദയം യൂപവും, കാമം ഘൃതവും, ക്രോധം പശുവും, തപസ് അഗ്നിയും. ദമം ക്രോധത്തെ ശമിപ്പിക്കുന്നതും, ദക്ഷിണ വാക്ക് ഹോതാവും, പ്രാണൻ ഉഗ്ദാതാവും, ചക്ഷു അധ്വര്യവും, മനസ്സ് ബ്രഹ്മവും, ശ്രോത അഗ്നിയെയും പ്രദീപ്തമാക്കുന്നു. ജീവിച്ചിരിക്കുന്നിടത്തോളം നാം ഈ യജ്ഞദീക്ഷയിലാണ് ആഹരിക്കുന്നത്. ഹവിസ് കുടിക്കുന്നത് സോമരസവും യജ്ഞദീക്ഷയിലാണ് നാം ആഹരിക്കുന്നത്. എന്ത് ഹവിസ്? കുടിക്കുന്നത് സോമരസവും. ഇങ്ങനെ സർവത്ര നമുക്ക് യജ്ഞത്തെ ദർശിക്കാം. 10-ാം ശ്ലോകത്തിൽ അനേന പ്രസവിഷ്യദ്ധം യേഷ വോ അസ്തി അഷ്ടകാമദുഃഖ് എന്ന് പറഞ്ഞല്ലോ. അനേകങ്ങളായ മനോകാമനകളെ ഈ യജ്ഞം നിനക്ക് സാധിച്ചു തരുമെന്ന ഈ ശ്രീകൃഷ്ണ വചനത്തിന് കാരണമെന്താണ്? വേദ, ഉപനിഷത്ത്, ബ്രാഹ്മണ, ആരണ്യക പ്രമാണങ്ങൾ ഇതിനെ സാധൂകരിക്കുന്നുണ്ടോ? ആ വഴിക്ക് കൂടി നമുക്ക് ഒന്ന് അന്വേഷിക്കാം. അന്വേഷണം നടത്തുന്നത് നന്നായിരിക്കും എന്ന് തോന്നുന്നു. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ, അടുത്ത ദിവസം നമുക്ക് ശ്രദ്ധിക്കാം. ഇതുവരെ പറഞ്ഞു തന്നെ വളരെ വലിയ കാര്യങ്ങളാണ്. അത് മനോഹരമായി നല്ലതുപോലെ ശ്രദ്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക. യജ്ഞം എങ്ങനെ നമ്മളെ സാധിക്കുന്നു, നമ്മുടെ ശരീരം തന്നെ യജ്ഞമാകുന്നു എന്നൊക്കെ പറഞ്ഞത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ വളരെ നന്ന് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഗുരുപാദാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ബാക്കി ഭാഗം നമുക്ക് അടുത്ത ദിവസം ശ്രദ്ധിക്കാൻ പുനഃതമ്പുരാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം. ശുഭസുദിനം.